അപ്പം രാവിലെ തൊട്ട് എനിക്ക് നല്ല പണിയുണ്ടായിരുന്നു. എൻ്റെ ഷെയ്ക്കിൻ്റെ വീട്ടിലെ പണി നടക്കുകയാണ്. അപ്പോൾ വീട്ടിലെ പണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് ഞാനാണ്. അവിടെ മേൽനോട്ടം വഹിക്കുന്നത് ഞാനാണ്. എന്നിരുന്നാൽ പോലും രാവിലെ 7 മണി തൊട്ടിട്ട് ഏകദേശം ഉച്ചയ്ക്ക് 3 മണി വരെ 3 മണിക്ക് ശേഷമാണ് ഞാൻ ഭക്ഷണം തന്നെ കഴിക്കുന്നത്. രാവിലെ ഒരു കാലി ചായയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതിന് ശേഷം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഷെയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാക്ക് പുറത്ത് പോകണം, ഉമ്മാൻ്റെ ഡ്രൈവർക്ക് വയ്യ, നീ ഒന്ന് കൂടെ പോയിട്ട് വാ പറഞ്ഞു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ രാവിലെ തൊട്ട് പണിയിലാണ്, എനിക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറയാം. ഇവിടെ വേറെ ഡ്രൈവർമാരുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ ഷെയ്ക്ക് എന്നോട് ഒരു പണി പറഞ്ഞു. ഞാൻ ഉമ്മാൻ്റെ കൂടെ പോയി ഏകദേശം ഒരു അരമണിക്കൂറേ ഉള്ളൂ. അവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, ഒരു മെഡിക്കൽ സെൻറ്ററിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ആ പണിക്ക് പോയി മാമ പോയിട്ട് പണി കഴിഞ്ഞിട്ട് വന്നു. എനിക്ക് ഉമ്മാനെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ ഇത് നിനക്കാണെന്ന് പറഞ്ഞിട്ട് 50 റിയാൽ എനിക്കെടുത്ത് തന്നു. നാട്ടിലെ ഏകദേശം 10-2000 റുപ്യേൻ്റെ ഉണ്ട്. ഓരോ റിയാലും എനിക്ക് വിലപ്പെട്ടാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഏതൊരു പണിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും ആത്മാർത്ഥതയും നമ്മൾ അതിനനുസരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം ആയിരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ പുതുതായിട്ട് ഗൾഫിൽ വരുന്ന നമ്മുടെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും ഫസ്റ്റ് നിങ്ങളെയൊക്കെ പോലെ തന്നെയായിരുന്നു, മുൻകോപവും പിന്നെ അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇവിടേക്ക് പണിക്ക് വന്നത്? നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പൈസ ഉണ്ടാക്കുക, പട്ടിനെ പോലെ പണിയെടുക്കുക, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറ്റിയിട്ട് എത്രയും പെട്ടെന്ന് നാട് നമ്മുടെ എന്താ പറയുക, നല്ല സമയം നാട്ടിൽ തന്നെ ചിലവഴിക്കുക. എത്രത്തോളം പെട്ടെന്ന് പണിയെടുക്കാൻ പറ്റുമോ, പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, അത്രത്തോളം പണി ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്.